വളരെ നല്ല പടം. അത് ഇപ്പോൾ എന്താ പറയുക, ബേസിലാണ് ഏറ്റവും ഹൈലൈറ്റ്. ഷൗബിന്റെ അഭിനയം എടുത്തു പറയണം. ബേസിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഫിലിം കുഴപ്പമില്ല ബ്രോ, എനിക്കൊരു ആവറേജ് ആയിട്ടാ തോന്നി. നമ്മളിപ്പോ ഫ്രഷ് സ്ക്രിപ്റ്റ് വൈസ് ഒക്കെ ഫ്രഷ് ആയിട്ടൊന്നും തോന്നിയില്ല. കണ്ടും അടുത്തൊരു ടൈപ്പായിരുന്നു. കണ്ടുമടുത്ത ഫ്രഷ് ആയിട്ടൊന്നും തോന്നിയില്ല. ഒരു ഷാപ്പിൽ നടക്കുന്ന ഒരു മരണം, അത് ഇൻവെസ്റ്റിഗേഷൻ, പോലീസ് വരുന്നു, അതൊക്കെ തന്നെയാണ് സംഭവം. ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. ബേസിന്റെ പെർഫോമൻസ് കൊള്ളായിരുന്നു. പക്ഷേ നമ്മള് നോർമലി പുള്ളിക്കാരന്റെ ആ ഒരു സ്റ്റൈലൊക്കെ ഇല്ല, അങ്ങനെ തന്നെ വല്ലാണ്ട് എടുത്തു പറയത്തൊക്കെ ഒന്നുമില്ല. പിന്നെ ചെമ്പൻ വിനോദ് കൊള്ളായിരുന്നു. പിന്നെ സൗബിൻ പുള്ളിക്കാരന്റെ ആക്ടിങ് ഒക്കെ നൈസായിരുന്നു. ചാന്ദിനി കൊള്ളായിരുന്നു, ആക്ടിങ് വൈസ് കൊള്ളാം. പക്ഷെ സ്ക്രിപ്റ്റ് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഒരു ഇതില്ല. നമുക്ക് ഒരു തവണ കണ്ടിരിക്കുക, ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. ക്യാമറ, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റ് വൈസ് അത്ര സാറ്റിസ്ഫൈഡ് അല്ല, എന്നാലും വന്ന് ഒരു തവണയെ കണ്ടിരിക്കുക, ഒരു ആവറേജ് ആയിരുന്നു. സൂപ്പർ പടം. നമ്മുടെ കോമഡി ത്രില്ലറാണ് പടം. നമ്മുടെ പുതിയൊരു സംവിധാനം ചെയ്തെന്ന് ഒരിക്കലും പറയത്തില്ല. അജാദി മേക്കിംഗ് ആണ് പടത്തിന്റെ. പിന്നെ ഷൈജു ഖാലിദിന്റെ സിനിമോട്ടോഗ്രാഫി ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും അടിപൊളി, തൂക്കിയടിച്ച്. ഷൈജു ഖാലിദ് സൂപ്പറായിട്ട് സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല മ്യൂസിക് ആയിരുന്നു. വിഷ്ണു വിജയുടെ മ്യൂസിക്കാണ്, സൂപ്പറാണ്. പിന്നെ ബേസിൽ ഒരു രക്ഷയില്ല. ബേസില് സൗബിൻ ഷായർ, പിന്നെ നമ്മുടെ മറ്റേ പുള്ളിയുടെ പേര് മറന്നുപോയി, ചെമ്പ മൂന്നുപേരും ഒരു രക്ഷയില്ല. പടം എന്ന് പറയുമ്പോൾ ഒരു ഡീസന്റ്, ഒരു എബോ അവറേജ് ഫീലാണ് തോന്നിയത്. പിന്നെ എടുത്തു പറയാനായിട്ട് നമ്മൾ ട്രെയിലർ കണ്ടുപോകണ അത്രയ്ക്കൊന്നും ഇല്ല. പക്ഷേ കുഴപ്പമില്ല, കണ്ടിരിക്കാം, ഒരു വട്ടം കാണാം, അത്രേ തോന്നിയുള്ളൂ. പിന്നെ ബേസിലും ചെമ്പ വിനോദിന്റെ ആക്ടിങ് അടിപൊളിയായിരുന്നു. സൗബിന്റെ ആക്ടിങ് എല്ലാ സിനിമയിലും ഒരേപോലെ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ വേറെ മ്യൂസിക് ഒക്കെ കൊള്ളായിരുന്നു. പിന്നെ നായിക നല്ല സ്പേസ് ഉള്ള അങ്ങനെ ഒരു ഇതുണ്ട്. ട്വിസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. അപ്പോൾ കണ്ടിട്ട് നല്ല ഡീസന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയുണ്ട് ബ്രോ? കൊള്ളാം. എന്താണ് ഇഷ്ടപ്പെട്ടെന്താണ്? എങ്ങനെയുണ്ട് ബ്രോ? കൊള്ളാം. ബേസിൽ പറയാൻ നല്ല ചെയ്തിട്ടുണ്ട്. കോമഡി അല്ല, ഒരു മിസ്റ്ററി, ഒരുമാതിരി ഒരു കില്ലർ അങ്ങനത്തെ തന്നെ. ട്രെയിലർ കണ്ടോടെ തന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല, നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ഒരു ആവേശത്തിന് ശേഷം ഒരു നല്ലൊരു എന്റർടൈൻമെന്റ് ചിത്രമാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ഒക്കെ വെറൈറ്റി സ്ക്രീൻ പ്ലേ ആണ്. ഒരു ലെവലല്ല പോകുന്നത്, ഒരു മാറി മാറി കാണിച്ചാണ് കൊണ്ടുപോകുന്നത്. ബേസിന്റെ ആക്ടിംഗ് ഒക്കെ നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ സൗബിനും നല്ലൊരു മറ്റൊരു ഹാൻഡിക്യാപ്ഡ് റോൾ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അതിനെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ. ഈ പേര് പോലെ തന്നെ ഷാപ്പു ചുറ്റിപ്പറ്റിയാണോ പടം പോകുന്നത്? ഈ പേര് പോലെ തന്നെ ഷാപ്പു ചുറ്റിപ്പറ്റിയാണോ പടം പോകുന്നത്? അങ്ങനെയല്ല, മറ്റേ ഷാപ്പിനുള്ള ഇതല്ല, അതൊരു ഒരു മർഡർ അതിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ബാക്കിലാണ് പോകുന്നത്. ഷാപ്പുമായിട്ട് അത്ര കൂടുതൽ ഇതുമായിട്ടില്ല. ഫുൾ ടൈം എന്റർടൈൻമെന്റ് ആണോ? ഫുൾ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഒരു ത്രില്ലറാണ്, ഒരു കോമഡി ത്രില്ലർ ആയിട്ടുള്ള ഒരു പോകുന്നത്. കിടുവാണ്. തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന പടമാണ്. അതുപോലെ മേക്കിംഗ് ആയാലും പെർഫോമൻസും എല്ലാം നൈസ് ആയിട്ടുണ്ട്. 2.5 മണിക്കൂർ നമ്മൾ കാണുന്ന പ്രേക്ഷകനെ ത്രില്ലടിപ്പിച്ചിരിക്കുന്ന സാധനങ്ങൾ പടത്തിനകത്തുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് പടത്തിലെ മേക്കിങ്ങും മ്യൂസിക്കുമാണ് വേറെ ലെവലായിരുന്നു രണ്ടും. തിയേറ്റർ വാച്ച് കൊടുക്കുന്ന കോമഡി വലുതായിട്ടൊന്നുമില്ല, അവിടെ എവിടെയും കുറച്ചേ ഉള്ളൂ. പക്ഷെ ഒരു മിസ്റ്ററി ടൈപ്പാണ് പടം മൊത്തത്തിൽ. മസ്റ്റ് വാച്ച് തിയേറ്റർ.